ഹിസ്റ്ററിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും നെഹ്റു റിപ്പോർട്ട് എന്ന ടോപ്പിക്കാണ്. നമുക്ക് സ്ലൈഡിലേക്ക് കടക്കാം. എന്താണ് നെഹ്റു റിപ്പോർട്ട്? ലോർഡ് ബിർക്കൻഹെഡ്, the Secretary of State for India, justified the exclusion of Indians in the Simon Commission. സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാരെ ഒഴിവാക്കുന്നതിനെ ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി പ്രഭു ബിർക്കൻഹെഡ് ന്യായീകരിക്കുകയുണ്ടായി. നമുക്കറിയാം, സൈമൺ കമ്മീഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഈ കമ്മീഷനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനെ അറിയപ്പെട്ടിരുന്നത് വൈറ്റ് മെൻ കമ്മീഷൻ എന്നാണ്. അപ്പോൾ ആ കമ്മീഷനിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഇംഗ്ലീഷുകാരായിരുന്നത് കൊണ്ട് അതിനെ അറിയപ്പെട്ടിരുന്നത് വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്കാരെ സൈമൺ കമ്മീഷനിൽ നിന്നും ഒഴിവാക്കിയതിനെ ലോർഡ് ബിർക്കൻഹെഡ് ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. അതായത് അദ്ദേഹം പറഞ്ഞത്, he said that the Indians were not united and could not arrive at an agreed scheme of reforms. അതായത് ഇന്ത്യക്കാർക്ക് ഒരു യൂണിറ്റി ഇല്ല എന്നും ഒരു ഐക്യം ഇല്ല എന്നും പരിഷ്കരണത്തിന് എല്ലാവരും കൂടി യോജിച്ച് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്കീം ഓഫ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് ഒരു യോജിപ്പ് ഇന്ത്യൻസിന്റെ ഇടയിൽ ഇല്ല എന്നും പലരും പല പാർട്ടീസും പല തട്ടിലാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആരോപണം, ലോർഡ് ബിർക്കൻഹെഡിന്റെ ആരോപണം നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോർഡ് ബിർക്കൻഹെഡ് ഉന്നയിച്ച വെല്ലുവിളി ഏറ്റെടുക്കാൻ, അതായത് ഇന്ത്യക്കാർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാനുള്ള ആ ഒരു ചലഞ്ച് സ്വീകരിച്ചുകൊണ്ട് 1928 ഒരു ഓൾ പാർട്ടി കോൺഫറൻസ്, എല്ലാ പാർട്ടികളുടെയും കൂടി ഉള്ള ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുകയുണ്ടായി. Liberals and assertive nationalist leaders of the Hindu Mahasabha, the Muslim League and the depressed classes came together. അപ്പോൾ ഇത്തരത്തിൽ വിളിച്ച ഓൾ പാർട്ടി കോൺഫറൻസിൽ ലിബറലുകളും ദേശീയവാദികളും ഹിന്ദു മഹാസഭയിലെ നേതാക്കളും മുസ്ലിം ലീഗും അതുപോലെ തന്നെ മറ്റ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ ഒത്തുചേർന്നു. അപ്പോൾ ഓൾ പാർട്ടി കോൺഫറൻസ് കൂടുകയും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മോട്ടിലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ മുഖ്യ സഹകാരികൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് സർ തേജ് ബഹാദൂർ സാപ്രു ആൻഡ് ശ്രീ NC കേൽക്കർ എന്നിവരാണ്. എല്ലാ പാർട്ടികളുടെയും സമ്മേളനം, അതായത് ഓൾ പാർട്ടി കോൺഫറൻസ് സമ്മേളനം സമർപ്പിച്ച റിപ്പോർട്ടിനെയാണ് നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. The report submitted by the all parties conference is known as the Nehru report. The report mainly dealt with finding a solution to the communal problem. സാമുദായിക പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനാണ് ഈ റിപ്പോർട്ട് പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത്. അതുപോലെ തന്നെ ഇറ്റ് ഫേവർ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ് ഇത് ഫേവർ ചെയ്തിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ. ഇനി എന്തൊക്കെയാണ് നെഹ്റു റിപ്പോർട്ടിലെ ശുപാർശകൾ, പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. First one, attainment of dominion status for India at an early state.
അപ്പോൾ നേരത്തെ തന്നെ അല്ലെങ്കിൽ ആദ്യകാലത്ത് തന്നെ ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. 2, എ ഫെഡറൽ സെറ്റപ്പ് built on the basis of linguistic provinces and provisions of provincial autonomy. അപ്പോൾ ഒരു ഫെഡറൽ സജ്ജീകരണം ഉണ്ടാക്കുക, അതായത് ദാറ്റ് ഈസ് ദ ലിങ്കിങ് അപ്പ് ഓഫ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് വിത്ത് ദി ബ്രിട്ടീഷ് ഇന്ത്യ. നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യയുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഫെഡറൽ സജ്ജീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു റെക്കമെൻഡേഷൻ. അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള പ്രവിശ്യകളും അതുപോലെ തന്നെ പ്രവിശ്യകൾക്ക് സ്വയം ഭരണാധികാരവും വേണം. അപ്പോൾ അത്തരത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ പ്രവിശ്യകൾക്ക് സ്വയം ഭരണം നൽകുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ഫെഡറൽ സെറ്റപ്പാണ് ഇതിൽ പറയുന്ന നെഹ്റു റിപ്പോർട്ടിലെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അബോളിഷിംഗ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ആൻഡ് പ്രൊവൈഡിംഗ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്. പ്രത്യേക വോട്ടർമാർ എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു, അപ്പോൾ അത് നിർത്തലാക്കുക. സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് അല്ലെങ്കിൽ പ്രത്യേകം വോട്ടർമാർ എന്നുള്ള സംവിധാനം അബോളിഷ് ചെയ്യുക, നിർത്തലാക്കുക. ആൻഡ് പ്രൊവൈഡിംഗ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുക. നെക്സ്റ്റ്, പ്രൊപ്പോസൽ ഓഫ് ജോയിന്റ് ഇലക്ടറേറ്റ്സ് വിത്ത് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ മൈനോറിറ്റീസ് ഇൻ ലെജിസ്ലേച്ചേഴ്സ്. നിയമസഭയിൽ മൈനോറിറ്റീസിന്, ന്യൂനപക്ഷങ്ങൾക്ക് സീറ്റുകൾ സംവരണം ചെയ്യുക. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ മൈനോറിറ്റീസ് ഇൻ ലെജിസ്ലേച്ചേഴ്സ്. അതുപോലെ തന്നെ സംയുക്ത ഇലക്ടറേറ്റ്സിനുള്ള ഒരു ശുപാർശയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പ്രൊപ്പോസൽ ഓഫ് ജോയിന്റ് ഇലക്ടറേറ്റ്സ് അല്ലെങ്കിൽ സംയുക്ത വോട്ടർമാർ എന്നുള്ള ഒരു പ്രൊപ്പോസൽ കൂടി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം സീറ്റ് റിസർവേഷനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൈനോറിറ്റീസിന് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് ദി ഇന്ത്യൻ ബ്രിട്ടീഷ് പ്രൊവിൻസസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ വേണം. അതായത് ഭാഷാപരമായിട്ടുള്ള പുനഃസംഘടന ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഭാഷാപരമായിട്ട് അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെ പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ്. Next, the governors of the provinces to act on advice of the provincial executive council. പ്രൊവിൻഷ്യൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ ഉപദേശപ്രകാരം പ്രവിശ്യകളിലെ ഗവർണർമാർ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എംഫസിസ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് such as right to vote, freedom of conscience and freedom from arbitrary arrest, searches and seizures. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഊന്നൽ കൊടുക്കുന്നുണ്ട് നെഹ്റു റിപ്പോർട്ടിലെ റെക്കമെൻഡേഷൻസിൽ. അതായത് മൗലിക അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതായത് വോട്ടവകാശം വേണം, അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള അറസ്റ്റിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ തിരയലുകൾ, സെർച്ചസ്, അതുപോലെ പിടിച്ചെടുക്കലുകൾ തുടങ്ങിയവയിൽ നിന്നൊക്കെയുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള ഒരു സംരക്ഷണം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിന് ചില ഫീച്ചേഴ്സ്, സവിശേഷതകൾ വേണം എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് പാർലമെന്ററി ഡെമോക്രസി ഫോർ ഇന്ത്യ വിത്ത് ദി ഇന്ത്യൻ പാർലമെന്റ് ഹാവിംഗ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. പ്രൈം മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ജനറൽ ആയിരിക്കണം. അതുപോലെ തന്നെ അത്തരത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന പ്രൈം മിനിസ്റ്ററിന്റെ
നിർദ്ദേശപ്രകാരം വേണം മറ്റ് മിനിസ്റ്റർമാരെ, മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യാൻ. രണ്ടാമത്തത്, എക്സിക്യൂട്ടീവ് ടു ബി മെയ്ഡ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. അതായത് എക്സിക്യൂട്ടീവ് നിയമസഭയോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. എക്സിക്യൂട്ടീവ് ടു ബി മെയ്ഡ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. The Senate to be elected for 7 years, having 200 members elected by the provincial councils. അപ്പോൾ സെനറ്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് 7 വർഷത്തേക്കാണ്. അപ്പോൾ 7 വർഷത്തേക്കാണ് സെനറ്റിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത്തരത്തിൽ ഏതാണ്ട് 200ഓളം അംഗങ്ങളെ പ്രവിശ്യ കൗൺസിലുകളിൽ നിന്നും ഇലക്ട് ചെയ്യുന്നു. The Senate to be elected for 7 years, having 200 members elected by the provincial council. പ്രൊവിൻഷ്യൽ കൗൺസിലുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 200 അംഗങ്ങളെ 7 വർഷ കാലാവധി കണക്കാക്കി സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. The House of Representatives with 500 members elected for 5 years through adult franchise. അപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടി 5 വർഷത്തേക്ക് 500 മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നു. ദ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. ജനപ്രതിനിധി സഭയിലേക്ക് 500 മെമ്പേഴ്സിനെ 5 വർഷ കാലാവധിക്ക് പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. അടുത്ത റെക്കമെൻഡേഷൻ, ദ ഗവർണർ ജനറൽ ടു ബി അപ്പോയിന്റഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ബട്ട് പെയ്ഡ് ഫ്രം ഇന്ത്യൻ റവന്യൂസ്. ഇന്ത്യയിൽ ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരിക്കും. പക്ഷേ ഇന്ത്യൻ വരുമാനത്തിൽ നിന്ന് വേണം അവർക്ക് സാലറി നൽകാൻ എന്നുള്ളതാണ്. ബ്രിട്ടീഷ് സർക്കാർ ഗവർണർ ജനറലിനെ നിയമിക്കും, പക്ഷേ ഇന്ത്യൻ വരുമാനത്തിൽ നിന്ന് അവരുടെ വേജസും മറ്റു കാര്യങ്ങളും നൽകപ്പെടും എന്നുള്ളതാണ്. He was to act on the advice of the Executive Council, which was to be collectively responsible to the Parliament. അപ്പോൾ ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന, അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഗവർണർ ജനറല് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ പാർലമെന്റിനോട് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ പാർലമെന്റിനോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഉപദേശപ്രകാരം വേണം ഇത്തരത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഗവർണർ ജനറല് പ്രവർത്തിക്കുന്നതിനായിട്ടുള്ളത്. പാർലമെന്റിനോട് ഉത്തരവാദിത്വമുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം വേണം ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണർ ജനറൽ പ്രവർത്തിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കൂടി നെഹ്റു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ദ പ്രൊവിൻഷ്യൽ കൗൺസിൽസ് ടു ബി ഇലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ് ഫോർ 5 years. പ്രൊവിൻഷ്യൽ കൗൺസിലുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് 5 വർഷത്തേക്കാണ്. അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷത്തേക്ക് പ്രൊവിൻഷ്യൽ കൗൺസിലുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. ജിന്ന, who was earlier a congressman, now a leader of the Muslim League, did not accept the Nehru report. അപ്പോൾ ഈ നെഹ്റു റിപ്പോർട്ട്
റിപ്പോർട്ടും അതിലടങ്ങിയിരിക്കുന്ന ഈ റെക്കമെൻഡേഷൻസും മുഹമ്മദ് അലി ജിന്ന മുൻപ് കോൺഗ്രസിന്റെ മെമ്പറായിരുന്നു, ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ലീഡറാണ്. അപ്പൊ അദ്ദേഹം ഈ നെഹ്റു റിപ്പോർട്ടിനെയും അതിലെ പ്രൊവിഷൻസിനെയും റെക്കമെൻഡേഷൻസിനെയും അംഗീകരിച്ചില്ല. ഹി ഡിമാൻഡഡ് മോർ റെപ്രസെന്റേഷൻ ഫോർ ദി മുസ്ലിംസ്. മുസ്ലിങ്ങൾക്ക് അദ്ദേഹം കൂടുതൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടിരുന്നു. Jinnah thereafter drew up a list of demands, the so-called 14 points. അപ്പോൾ ഇതിനെ തുടർന്ന് മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങളുടെ മിനിമം ആവശ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 14 പോയിന്റ്സ്, 14 പോയിന്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആവശ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയുണ്ടായി. His points were rejected by the All Parties Convention held at Kolkata in December 1928. പക്ഷേ കൊൽക്കട്ടയിൽ നടന്ന ഡിസംബറിൽ 1928 ഡിസംബറിൽ കൊൽക്കട്ടയിൽ കൂടിയ ഓൾ പാർട്ടി കൺവെൻഷൻ അദ്ദേഹത്തിന്റെ ഈ പോയിന്റ്സ് 14 പോയിന്റ്സിനെ നിരാകരിക്കുകയാണ് ഉണ്ടായത്. കൺവെൻഷൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല. The Congress at its Calcutta session 1928 resolved to launch a campaign of non-cooperation with non-payment of taxes, that is civil disobedience, if the Nehru report was not accepted by the end of 1929. അപ്പോൾ 1928 കൽക്കട്ടയിൽ വെച്ച് കൂടിയ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സെഷനിൽ ഒരു തീരുമാനം എടുക്കപ്പെടുകയുണ്ടായി. അതായത് 1929 അവസാനത്തോടുകൂടി ഈ നെഹ്റു റിപ്പോർട്ടും അതിൻ്റെ റെക്കമെൻഡേഷൻസും ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ചില്ല എങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് നോൺ കോഓപ്പറേഷൻ ക്യാമ്പയിനും, അതായത് നിസ്സഹകരണവും അതുപോലെ തന്നെ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ്, അതായത് നികുതി അടയ്ക്കാതെ നിസ്സഹകരിക്കുക, നിയമം ലംഘിക്കുക, സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പൊ നോൺ കോഓപ്പറേഷൻ വിത്ത് സിവിൽ ഡിസൊബീഡിയൻസ് ആരംഭിക്കും എന്ന ഒരു തീരുമാനം ഈ കൽക്കട്ട സെഷനിൽ 1928 ഇന്റർനാഷണൽ കോൺഗ്രസ് എടുക്കുകയുണ്ടായി. സിൻസ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിഡ് നോട്ട് അക്സെപ്റ്റ് Nehru report, the Congress passed the Purna Swaraj resolution at its Lahore session in 1929. അപ്പോൾ 1929 അവസാനത്തോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നെഹ്റു റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തങ്ങളുടെ 1929 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സെഷൻ, ലാഹോറിൽ വെച്ച് കൂടിയ സെഷൻ, ഈ ലാഹോർ സെഷനിൽ പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ള റെസൊല്യൂഷൻ അവർ പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ ഇനിയിപ്പം സെൽഫ് ഗവൺമെന്റോ ഡൊമിനിയൻ സ്റ്റാറ്റസോ ഒന്നും പോരാ, പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ, പൂർണ്ണ സ്വരാജ് തന്നെ വേണം. അപ്പൊ അത്തരത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം, ഗോള് മാറുകയുണ്ടായി ഇതിനെ തുടർന്ന്, ഈ നെഹ്റു റിപ്പോർട്ടിനെ തുടർന്ന്. അപ്പൊ ഇത്രയാണ് നെഹ്റു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. മോട്ടിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മോട്ടിലാൽ നെഹ്റു ചെയർമാൻ ആയിക്കൊണ്ട് രൂപീകരിച്ച കമ്മിറ്റി, ആ കമ്മിറ്റി സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടാണ് ഈ നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെഹ്റു റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ ബാക്കി ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.